നമസ്കാരം. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ ഇപ്പോഴും അസ്വാരസ്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. അഥവാ പലതും പരിഹരിക്കപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ പലരുടെയും പരാതിയും പരിഭവവും മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭയിൽ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായ ചാണ്ടി ഉമ്മന്, അതായത് മുൻ മുഖ്യമന്ത്രിയും കേരളം ആദരവോടുകൂടി എന്നും കണ്ടിരുന്ന ബഹുമാനിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകനുമായ പുതുപ്പള്ളി MLA ആയ ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം ലഭിക്കും എന്നുള്ള സൂചനകളായിരുന്നു മന്ത്രിസഭ രൂപീകരണത്തിന് മുൻപ് പറഞ്ഞു കേട്ടിരുന്നത്. ഉമ്മൻചാണ്ടിയോടുകൂടിയുള്ള ഒരു ബഹുമാന സൂചകമായി കഴിഞ്ഞ 2 തവണയും പുതുപ്പള്ളിയിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയനായ, അച്ഛനെ പോലെ തന്നെ ജനകീയനായ ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം ലഭിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഏതാണ്ട് തത്വത്തിൽ അതൊരു ധാരണയുമായിരുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മന്ത്രിസഭ സത്യപ്രതിജ്ഞ കഴിയുമ്പോൾ ചാണ്ടി ഉമ്മന് മന്ത്രിസഭയിൽ ഇടമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിൽ കൃത്യമായ ഒരു പ്രതിഷേധം ചാണ്ടി ഉമ്മന്റെ കുടുംബത്തിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കപ്പെടുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയും മുൻ കേരള മുഖ്യമന്ത്രിയുമായ കേന്ദ്ര കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ AK ആന്റണിയെ കണ്ട് ചാണ്ടി ഉമ്മന്റെ കുടുംബം ഇതിൽ പരാതി പറഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇന്നലെ AK ആന്റണിയെ സന്ദർശിക്കുന്നതിന് വേണ്ടി ചാണ്ടി ഉമ്മനും അദ്ദേഹത്തിന്റെ അമ്മയായ മറിയാമ്മ ഉമ്മനും AK ആന്റണിയെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ വ്യത്യസ്തമായ ശൈലിയിൽ, വേറിട്ട ശൈലിയിൽ, ജനകീയമായ രീതിയിൽ തന്നെയായിരുന്നു ചാണ്ടി ഉമ്മൻ ഇക്കുറി 2026 വോട്ട് തേടിയതും. പ്രചരണ രംഗത്ത് അദ്ദേഹം ഒരു ഫ്ലെക്സ് പോലും നാടിൻ്റെ ഒരു ഭാഗത്തും കെട്ടിത്തൂക്കിയിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. കാൽനടയായി തന്നെയാണ് പുതുപ്പള്ളിയിലെ എല്ലാ വീടുകളിലും അദ്ദേഹം സഞ്ചരിച്ച് ചെന്ന് വോട്ട് ചോദിച്ചത്. ഇടയ്ക്ക് അദ്ദേഹം സൈക്കിളും ഉപയോഗിച്ചു. ഇടയ്ക്ക് രാഹുൽ ഗാന്ധിയും സൈക്കിൾ ചവിട്ടുന്നുണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം. എന്തായാലും വേറിട്ട ഒരു പ്രചരണ ശൈലിയിലൂടെയാണ് അദ്ദേഹം തൻ്റെ വോട്ടർമാരെ സമീപിച്ചതും സാധാരണക്കാരനായ ഒരു സ്ഥാനാർത്ഥിയായി നടന്നും സൈക്കിളിലുമെല്ലാം സഞ്ചരിച്ചാണ് പുതുപ്പള്ളിയിലെ എല്ലാ വോട്ടർമാരെയും ചാണ്ടി ഉമ്മൻ കണ്ടത്. താൻ ഈ പുതുപ്പള്ളിയിലുള്ള മുക്കിലും മൂലയിലുമുള്ള ഓരോ ആളുകളെയും തനിക്കറിയാം. തൻ്റെ അപ്പയെ പോലെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ തനിക്കറിയാം. ആരൊക്കെ എവിടെയൊക്കെ താമസിക്കുന്നു, ആരൊക്കെയാണ് അവരുടെ ബന്ധുക്കൾ, അവരെന്ത് ചെയ്യുന്നു, അതായത് നാട്ടിലുള്ള എല്ലാവരുടെയും കുടുംബ പശ്ചാത്തലവും അവർ ചെയ്യുന്ന ജോലികളും അവർ ചെയ്യുന്ന മറ്റ് കാർഷിക വൃത്തികളോ എന്തു തന്നെയാവട്ടെ അതേക്കുറിച്ചെല്ലാം കൃത്യമായി അറിയാവുന്ന ഒരു നേതാവ്, ജനങ്ങളുടെ വികാരം അറിയാവുന്ന ചാണ്ടി ഉമ്മൻ അതുകൊണ്ട് തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് 50,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് പുതുപ്പള്ളിക്കാർ ഇക്കുറിയും നിയമസഭയിലേക്ക് പറഞ്ഞയച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അതിൻ്റെ സമാപനം എന്നോളം കൊട്ടിക്കലാശം എല്ലാ സ്ഥാനാർത്ഥികളും നടത്താറുള്ളതാണ്. പ്രവർത്തകരുടെയും അണികളുടെയും അണമുറിയുന്ന ആവേശം തന്നെയാണ് പലപ്പോഴും കൊട്ടിക്കലാശത്തിൽ കാണാറുള്ളത്. എന്നാൽ ആ കൊട്ടിക്കലാശത്തിന് വേണ്ടി മുടക്കുന്ന പൈസ, പ്രചരണത്തിന് വേണ്ടി കൂറ്റൻ ഫ്ലക്സുകൾ അടിച്ചു വയ്ക്കുന്നതിന് വേണ്ടി മുടക്കുന്ന പൈസ, വലിയ വലിയ പോസ്റ്ററുകൾ അടിച്ചിറക്കുന്നതിന് വേണ്ടിയുള്ള പൈസ, തൻ്റെ മണ്ഡലത്തിലെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടിയോ ഉപയോഗിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചിലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെയായിരിക്കണം ഒരു പൊതുസേവകൻ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തമ മാതൃകയാണ് ചാണ്ടി ഉമ്മൻ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലൂടെ പൊതുജനത്തിന് കാണിച്ചു കൊടുത്തത്. ഇത്തരത്തിൽ ധിഷണശാലികളായ ഭാവനയുള്ള നേതാക്കന്മാർ തന്നെയാണ് നിസ്വാർത്ഥ ചിത്തരായ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ മെനക്കെട്ട് ഓടി നടന്ന് പണിയെടുക്കാൻ കഴിവുള്ള, വെയിലും മഴയും അവഗണിച്ചുകൊണ്ട് വിയർക്കാൻ തയ്യാറുള്ള, പൊതുജനത്തിന് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറുള്ള ചാണ്ടി ഉമ്മനെ പോലുള്ള ആളുകളാണ് നിയമസഭയിലേക്കും മന്ത്രിസഭയിലേക്കുമെല്ലാം തെരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നുള്ള ഒരു ധാരണ പൊതുവെ കേരളത്തിൻ്റെ പൊതുബോധത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം കിട്ടും എന്നുള്ള ഒരു ധാരണ പത്രമാധ്യമങ്ങളിലൂടെ പരക്കുന്ന സന്ദർഭത്തിലാണ് ചാണ്ടി ഉമ്മന് മന്ത്രിസഭയിൽ പ്രവേശനമില്ല അല്ലെങ്കിൽ അംഗത്വമില്ല എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇതിൽ ചാണ്ടി ഉമ്മന്റെ കുടുംബത്തിന് പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധം AK ആന്റണിയെ അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ചാണ്ടി ഉമ്മൻ ഒരു കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പൊതുജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് തനിക്ക് മന്ത്രിസ്ഥാനത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മന്ത്രിസ്ഥാനം ഇല്ലെങ്കിലും പൊതുജന സേവകനായി തുടരുന്നതിന്
വലിയ തടസ്സമില്ല, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം പോലുള്ള നെറ്റിപ്പട്ടവും കിരീടവും ഒന്നും പൊതുജന സേവനത്തിന് അത്യന്താപേക്ഷിതമല്ല എന്ന് കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തനിക്ക് ഒരുപക്ഷെ മന്ത്രിസ്ഥാനം കിട്ടില്ല എന്നറിഞ്ഞതുകൊണ്ടാണോ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചത് എന്നുള്ളത് അറിയില്ല. എന്തായാലും മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ പാലായിൽ 3 തവണ, അതായത് കേരള കോൺഗ്രസിന്റെ ഭീഷ്മാചാര്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന KM മാണിയെ അടക്കം തോൽപ്പിച്ചുകൊണ്ട് പാലായിൽ നിന്നും മാണി സി കാപ്പൻ ഇത് 3-ാം വട്ടമാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. വ്യക്തമായ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് അദ്ദേഹവും തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ മാണി സി കാപ്പനും ഇക്കുറി മന്ത്രിസ്ഥാനമില്ല എന്ന് പറയുമ്പോൾ 3 തവണ തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന് ഇക്കുറിയെങ്കിലും മന്ത്രിസ്ഥാനം ലഭിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ നേതാവായ അനൂപ് ജേക്കബിന് മന്ത്രിസ്ഥാനം നൽകുന്നു. 2.5 വർഷം കഴിയുമ്പോൾ അനൂപ് ജേക്കബിന്റെ മന്ത്രിസ്ഥാനം മാണി സി കാപ്പന് പങ്കുവെക്കണം എന്നുള്ളൊരു ധാരണയോടുകൂടി ടൈം വ്യവസ്ഥയിൽ 2.5 വർഷത്തെ ടൈം വ്യവസ്ഥയിൽ 2 കൂട്ടർക്കുമായി ഈ മന്ത്രിസ്ഥാനം പങ്കുവെച്ച് കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിൽ മാണി സി കാപ്പനും അതൃപ്തനാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. തനിക്ക് ഇക്കാര്യത്തിൽ വൈരാഗ്യമോ ശത്രുതയോ അല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമോ ഇല്ല, എന്നാൽ വിഷമമുണ്ട് എന്നുള്ളതാണ് മാണി സി കാപ്പൻ മാധ്യമങ്ങളോട് നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞത്. 3 വട്ടവും ഉജ്ജ്വല വിജയം തന്നെയാണ്. അതും KM മാണിയെ പോലുള്ള ഒരാളുടെ സ്വന്തം തട്ടകമായ പാലായിൽ നിന്ന് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. അപ്പോൾ UDF വേണ്ടി ഈ സീറ്റ് കരസ്ഥമാക്കിയ തനിക്ക് ഇക്കുറിയെങ്കിലും മന്ത്രിസ്ഥാനം ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന് മാണി സി കാപ്പനും പറയുമ്പോൾ, അനൂപ് ജേക്കബുമായി മന്ത്രിസ്ഥാനം പങ്കിടുവാൻ 2 ടേമായി ഒരു മന്ത്രിസ്ഥാനം ഇരുവർക്കുമായി ഭാഗിച്ചു കൊടുത്തിരിക്കുന്നു, പകുത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരു മനോവിഷമമുണ്ട് എന്നുള്ളതാണ് മാണി സി കാപ്പൻ തുറന്നടിച്ചത്. എന്തായാലും VD സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒരേ ദിവസം തന്നെ ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേൽക്കുമ്പോൾ കേരളത്തിന് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ മന്ത്രിസഭയോ അല്ലെങ്കിൽ മന്ത്രിമാരെ വിലയിരുത്തുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന രീതി വിലയിരുത്തുന്നതിൽ യാതൊരു കാമ്പുമില്ല, കഴമ്പുമില്ല. അവർക്ക് ചുരുങ്ങിയത് 6 മാസമെങ്കിലും പ്രവർത്തിക്കാൻ സമയം കൊടുക്കണം, അങ്ങനെ വേണം അതിനെ വിലയിരുത്താൻ എന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. ഇന്നലെ തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സ്തുത്യർഹമായ ചില നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ആശാവർക്കർമാർക്ക് 3000 രൂപ അവരുടെ വേതനത്തിൽ കൂട്ടിക്കൊടുത്തിരിക്കുന്നു. അതുപോലെ പാചക തൊഴിലാളികൾക്കും അംഗൻവാടി ടീച്ചർമാരും എല്ലാം 1000 രൂപ വേതന വർധനവ് അവർക്കും കൂട്ടിക്കൊടുത്തിരിക്കുന്നു. ഇത് വലിയൊരു തുകയല്ല എങ്കിലും ഒരു സമാശ്വാസം എന്ന രീതിയിൽ പറഞ്ഞ വാക്കു പാലിക്കുന്നതിൻ്റെ ആദ്യ നടപടി എന്നോണം തന്നെയാണ് ആശാവർക്കർമാർക്ക് കൊടുത്ത വാക്കു പാലിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ താൻ വാക്കുപാലിക്കുന്ന ആളാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. കൂടാതെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡായ രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രചരണത്തിനെത്തിയപ്പോൾ 5 പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള 5 പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. അതിൽ ആദ്യത്തെ പദ്ധതി VD സതീശൻ ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിരിക്കും. അപ്പോൾ പറഞ്ഞ വാക്കുകൾ അവർ പാലിച്ചുകൊണ്ട് തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു. ഒരു 6 മാസക്കാലമെങ്കിലും ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ വേണ്ടി അവർക്ക് കൊടുക്കണം. അവരുടെ പ്രവർത്തന രീതികൾ വിലയിരുത്തിയതിനു ശേഷം വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും എല്ലാം ആകും. അതുവരെ അവർ ഭരിക്കട്ടെ. എന്നാൽ ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണത്തിൽ തന്നെ കല്ലുകടി ഉണ്ടായിരിക്കുന്നു. ചാണ്ടി ഉമ്മനും മാണി സി കാപ്പനുമെല്ലാം മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ പരിഭവം പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ആലുവയിൽ നിന്നുള്ള MLA ആയ 4 തവണ തെരഞ്ഞെടുക്കപ്പെട്ട അൻവർ സാദത്തിന് രമേശ് ചെന്നിത്തലയുടെ പക്ഷക്കാരനായതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള മന്ത്രിമാരുടെ പ്രാതിനിധ്യം, ന്യൂനപക്ഷത്തിന്റെ പ്രാതിനിധ്യം കൂടുതലായതുകൊണ്ടാണോ അൻവർ സാദത്തിന് മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ VT ബൽറാമിന് മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടു. ഇതുപോലെ പല ആളുകൾക്കും പരാതികൾ ഉയർന്നിരിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഇനി എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.